നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വികസന നേട്ടങ്ങളാണ് ചർച്ചയാവുകയെന്ന് CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയും. സീറ്റ് LDF നിലനിർത്തുമെന്നും PK കൃഷ്ണദാസ് 24നോട് പറഞ്ഞു. നിലമ്പൂർ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നണി നിലനിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞങ്ങൾ ഇവിടെ ഉന്നം വയ്ക്കുന്നതും അതാണ് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ളതാണ് വോട്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ അത്തരം വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനൊരു വോട്ട് ചെയ്യും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. വിപിൻ, അങ്ങനെ LDFും കളത്തിലേക്ക്, വിവരങ്ങൾ. അത് ഉന്മേഷ്, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളായിരിക്കും പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എണ്ണിപ്പറയുകയെന്ന് അടിവരയിടുകയാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്ത് നിന്ന്. നാളെ മുതലാണ് അവരുടെ കൺവെൻഷൻ ആരംഭിക്കുന്നത്. അങ്ങനെ LDFും കളം നിറയുകയാണ്. തകൃതിയായ ഒരുക്കങ്ങളാണ് എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ CPI പറഞ്ഞു വയ്ക്കുന്നത് PV അൻവർ എന്നുള്ള വ്യക്തിക്കല്ല, ഇടതുമുന്നണിക്കായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ആളുകൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആരെയാണ് CPM തിരഞ്ഞെടുക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥിയായി ആരെ തിരഞ്ഞെടുത്താലും അവർക്കൊപ്പം CPI ഉണ്ടാകും. അങ്ങനെ ഒത്തൊരുമിച്ച് തന്നെ ഇപ്രാവശ്യം LDF ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും. അങ്ങനെ വ്യക്തികൾക്കുള്ള ഒരു പ്രാധാന്യം ഇവിടെ കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതുമാണ് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. CPMനെ പ്രത്യേകിച്ച് LDFിലേക്ക് സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് UDFിനെ തോൽപ്പിക്കുക എന്നതിനൊപ്പം തന്നെ PV അൻവറിനെയും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരു സ്വതന്ത്രനെയാണ് ഇപ്രാവശ്യവും പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഇനി അഥവാ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വതന്ത്രനെ ലഭിച്ചില്ല, അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പാർട്ടിയുടെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതുവരെയും അവർ കൺവെൻഷനുകൾക്ക് തുടക്കമിട്ടിട്ടില്ല. നാളെ മുതലാണ് LDFിന്റെ കൺവെൻഷൻ നിലമ്പൂർ മേഖലയിൽ നടക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചുമരെഴുത്തുകളിലേക്കടക്കം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കടന്നിരിക്കുകയാണ്. ആ സമയത്ത് കൂടിയാണ് CPI അവരുടെ നിലപാട്, അതായത് വികസനമായിരിക്കും പ്രധാന ചർച്ച എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.